Good morning. Okay, Mandita, good morning. Okay, Sarah. Chikkumol. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ചാപ്റ്റേഴ്സ് കവർ ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് സെക്കൻഡ് ടേമില് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഉണ്ട് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ ഇൻ എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ലാസ്റ്റത്തെ ചാപ്റ്റർ. പിന്നെ ഫോർത്ത് ചാപ്റ്റർ കേട്ടോ, ടാലന്റ് മാനേജ്മെന്റ്. ഈ രണ്ട് ചാപ്റ്ററുകളാണ് ഞാൻ സെക്കൻഡ് ടേമിൽ എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇനി മുതലുള്ള ക്ലാസ്സുകളില് നമുക്കൊരു ജസ്റ്റ് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസും മറ്റൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്ലാസ്സുകളാണ് ഇനി ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മള് സിക്സ്ത് അല്ലെ, നമ്മള് ആറാമത് നമ്മൾ പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഏതായിരുന്നു? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അല്ലെ. ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്നൊരു റിവിഷൻ ക്ലാസ് നടത്താം കേട്ടോ. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അങ്ങനെ പോകാം. അപ്പൊ ചാപ്റ്റർ നമ്പർ 6 ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയുള്ള ക്ലാസ്സുകൾ വരുമ്പോ നിങ്ങൾ ഈ ചാപ്റ്ററുകളൊക്കെ ഒന്ന് വായിച്ചു വരിക കേട്ടോ. ഓക്കെ, വായിക്കണം. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേക്കാളും മുമ്പ് മൊത്തത്തിൽ നിങ്ങൾ ആ ചാപ്റ്ററുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നീട് ചിലപ്പോൾ ഇനിയിപ്പോ നിങ്ങൾ എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അതൊന്ന് വായിച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുമ്പോ അതിനോടൊപ്പം നമുക്ക് പഠിച്ചു പോകാനും ഏകദേശം ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് വരുന്നത്, എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെയുള്ള നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ആ എക്സാമിന് അത്രയും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അത് വായിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. തെറ്റ് വന്നാൽ നമുക്ക് തിരുത്താലോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിപ്പോന്ന് കരുതിയിട്ട് കമന്റ് ചെയ്യാതിരിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ആറാമത്തെ ചാപ്റ്റർ നമ്മൾ ഒരു 4 സെക്ഷൻസ് ആയിട്ടാണ് അത് പഠിച്ചത്. 4 ടോപ്പിക്കുകളാണ് നമ്മൾ ആ ചാപ്റ്ററിന് ഹാൻഡിൽ ചെയ്തത് അല്ലെ. ഒന്ന് ആദ്യം നമ്മൾ പഠിച്ചത് ഗ്രീവൻസ് ആണ് അല്ലെ. എംപ്ലോയീസിന്റെ ഇടയിലുള്ള ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഗ്രീവൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞിട്ട് ഡിസിപ്ലിൻ ആയിരുന്നു അല്ലെ, അച്ചടക്കം അല്ലെ. അവിടെ നമ്മൾ മിസ്കണ്ടക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിരുന്നു, ഡിസിപ്ലിൻ. ദെൻ തേർഡ് നമ്മൾ പറഞ്ഞത് എംപ്ലോയി സേഫ്റ്റി ആണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എംപ്ലോയി ഹെൽത്ത് ആണ്. ഓക്കെ, ഇനി ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ആക്ട് പഠിക്കുകയുണ്ടായി. ഏതായിരുന്നു ആക്ട്? ഓർമ്മയുണ്ടോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഓക്കെ, അതായത് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആക്ട് ഏതാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അതുപോലെ നമ്മൾ ആ ചാപ്റ്ററിനകത്ത് എംപ്ലോയി സേഫ്റ്റിയും എംപ്ലോയി ഹെൽത്തുമായിട്ട് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് നമ്മൾ അവിടെ കണ്ടത്. ഏതായിരുന്നു? ഫാക്ടറീസ് ആക്ട് അല്ലെ. ഫാക്ടറീസ് ആക്ട് ഏതായിരുന്നു വർഷം? 1948. 1947. ഫാക്ടറീസ് ആക്ട് ആണ് നമ്മൾ എംപ്ലോയി സേഫ്റ്റിയുമായിട്ടും എംപ്ലോയി ഹെൽത്തുമായിട്ടും ബന്ധപ്പെട്ട് പഠിച്ചത്. പിന്നെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, നമ്മളതിൽ ഒരുപാട് ലീഗൽ സെക്ഷൻസുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയി സേഫ്റ്റിയും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഫാക്ടറീസ് ആക്ടിന്റെ ഒത്തിരി ലീഗൽ സെക്ഷൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചെടുക്കണം കേട്ടോ. ഓരോ സെക്ഷൻസും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണാതെ പഠിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം കേട്ടോ. നമ്മളൊരു 11 തൊട്ട് ഒരു 20 വരെയുള്ളത് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് സെക്ഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഓരോ സെക്ഷൻസും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്
നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് കടന്നപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എംപ്ലോയി ഗ്രീവൻസസ് ആണ് അല്ലെ. ഓക്കെ, ആദ്യം അതിന്റെ മീനിങ്ങും ഡെഫിനിഷനും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. എന്താണ് ഗ്രീവൻസ് എന്ന് പറഞ്ഞാല്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷനോട് കൂടിയിട്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഗ്രീവൻസ് എന്താണ്? അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഗ്രീവൻസ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് എ ഫീലിംഗ് ഓഫ് discontentment and dissatisfaction that an employee has regarding his employment. Underline ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഗ്രീവൻസ്? ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിസ്കണ്ടന്റ്മെന്റ്, ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. ഒരു തരം എന്താണ്? അതൃപ്തി അല്ലെ, ഒരു ആശങ്ക, അസംതൃപ്തി, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ് എന്ത്? ഗ്രീവൻസ് അല്ലെ. ഒരു എംപ്ലോയിക്ക് അവരുടെ തൊഴിൽ സംബന്ധമായിട്ട് അനുഭവപ്പെടുന്ന ആ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഗ്രീവൻസ്. ഓക്കെ, ക്ലിയർ. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്രീവൻസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഗ്രീവൻസിന്റെ 4 ഡെഫിനേഷൻസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഡെഫിനേഷൻസുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ഡെഫിനേഷനും തന്നിട്ട് ഇത് ആരാണ് മുന്നോട്ട് വെച്ചത് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, എല്ലാത്തിന്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രീവൻസും ഹെൽത്തും സേഫ്റ്റിയും ഡിസിപ്ലിന്റെ ഒക്കെ കുറെ എന്താ പറയാ ഇത് വരുന്നുണ്ട്, മീൻസ് ഡെഫിനേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട് 4 ഡെഫിനേഷൻസ് ആണ് അവിടെ പഠിച്ചത്. കെൽത്ത് ഡേവിസ്, പിന്നെ പ്രൊഫസർ ജൂഷ്യസ്, പിന്നെ ഡെയിൽ യോഡർ, അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇവരുടെ 4 പേരുടെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് ആരുടേതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കെൽത്ത് ഡേവിസ് എന്താ പറഞ്ഞത്? ഗ്രീവൻസ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ് which an employee has concerning his employment relationship. അദ്ദേഹം അതിനെ പറഞ്ഞത് ഒരു റിയലോ ഓർ ഇമാജിൻഡ് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ് ആയിട്ടാണ് കെൽത്ത് ഡേവിസ് അതിനെ പറഞ്ഞത്. ജൂഷ്യസ് പറഞ്ഞത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എൻ എനി ഡിസ്കണ്ടന്റ് ഓർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, whether valid or not, arising out of anything connected with the company that an employee thinks, believes or even feels is unfair, unjust or inequitable. Okay. പിന്നെ ഡെയിലി ഓർഡർ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ അതിനകത്ത് പറഞ്ഞത്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിട്ടേൺ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ എൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഡെയിലി ഓർഡർ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഓക്കെ, അവരുടെ ഡെഫിനേഷൻ. ഈ 4 ഡെഫിനേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് ഫോംസ് ഓഫ് ഗ്രീവൻസസ് ആണ്. വിവിധ ഫോംസ് ഓഫ് ഗ്രീവൻസ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ പറഞ്ഞത് 3 ഫോമുകളാണ്. 3 ഫോമുകളുടെ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഫാക്ച്വൽ അല്ല കേട്ടോ, ഫാക്ച്വൽ എന്നാണ് കേട്ടോ. അവിടെ ആവശ്യമില്ല. ഓക്കെ, ഫാക്ച്വൽ ഗ്രീവൻസ്, അതുപോലെ തന്നെ ഇമാജിനറി ഗ്രീവൻസ്, ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ്, അങ്ങനെ 3 ഫോംസ് ഓഫ് ഗ്രീവൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ കണ്ടത് സോഴ്സസ് ഓഫ് ഗ്രീവൻസസ് ആണ്. ഗ്രീവൻസസിന്റെ സോഴ്സസ്, എങ്ങനെയൊക്കെയാണ് ഈ ഗ്രീവൻസസ് ഉണ്ടാകുന്നത്, ഗ്രീവൻസ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ, അതിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങള്, സോഴ്സസ് എന്തൊക്കെയാണ്, അവിടെയും നമ്മൾ പറഞ്ഞത് 3 പോയിന്റുകളാണ്. ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ്, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങള്. അതുപോലെ തന്നെ എന്താണ്, മറ്റൊന്നാണ് നമ്മുടെ ഗ്രീവൻസസ് റിസൾട്ടിംഗ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്നുണ്ടാകുന്ന ഗ്രീവൻസസ്. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ്. അങ്ങനെ 3 സോഴ്സസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ തന്നെ ഓരോ സോഴ്സിന്റെ കീഴില് സബ് ഡിവിഷൻസ് ആയിട്ട് പലതും വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇത് സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. വായിക്കാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ ക്ലാസ്സിലിരിക്കുന്നവര്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A feeling of discontentment and dissatisfaction that an employee has regarding his employment is known as എന്ന് പറഞ്ഞാണ് ചോദ്യം. Okay. Option A, discipline issue. Option B, safety hazard. C, grievance. And D, health problem. എന്താണ് കറക്റ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഗ്രീവൻസ്, ഓക്കെ, ചിക്കുമ്പോൾ കറക്റ്റ് ആണ് ഗ്രീവൻസ് അല്ലെ. ഇതിനെ നമ്മൾ തുടക്കം പറഞ്ഞത് ഗ്രീവൻസ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് എ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ ദാറ്റ് എൻ എംപ്ലോയി ഹാസ് റിഗാർഡിംഗ് ഹിസ് എംപ്ലോയ്മെന്റ്. അത് അങ്ങനെ തന്നെ ചോദിച്ചിരുന്നു കേട്ടോ. ഓക്കെ,
മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂഷ്യസ്, നമ്മൾ 4 പേരുടെ ഡെഫിനേഷൻ പഠിച്ചിരുന്നു. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂഷ്യസ്, a grievance is any discontent arising out of anything connected with the company that an employee feels employee എന്ത് ഫീലിംഗ് ആണ് അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ എ ഫെയർ ആൻഡ് ജസ്റ്റ്, ഓപ്ഷൻ ബി unfair, unjust or inequitable, option C a reason for promotion, option D a positive experience. അതായത് ജൂഷ്യസിന്റെ അഭിപ്രായത്തില് ഗ്രീവൻസ് എന്താണ് ആദ്യം പറയുന്നത്? അൺഫെയർ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അതായത് ചോദ്യം എന്താണ്? അവിടെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ എടുത്ത് തന്നേക്കാണ്. ഡെഫിനേഷൻ തന്നിട്ട് ആളുടെ പേരല്ല ചോദിച്ചിരിക്കുന്നത്. ഡെഫിനേഷൻ തന്നിട്ട് എന്ത് ഫീലിംഗ് ആണ് ആ ഒരു ഗ്രീവൻസ് എന്ന് പറഞ്ഞ എന്ത് ഫീലിംഗ് ആണ് എന്ന് ജൂഷ്യസ് അഭിപ്രായപ്പെട്ടത് എന്നാണ് ചോദ്യം. അതായത് ഗ്രീവൻസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്? ഓക്കെ, അതാണ് ചോദ്യം കേട്ടോ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂഷ്യസ്, എ ഗ്രീവൻസ് ഈസ് എനി ഡിസ്കണ്ടന്റ് അറൈസിംഗ് ഔട്ട് ഓഫ് എനിത്തിങ് കണക്റ്റഡ് വിത്ത് ദ കമ്പനി ദാറ്റ് ആൻ എംപ്ലോയി ഫീൽസ്. എംപ്ലോയിക്ക് എന്ത് ഫീലിംഗ് ആണ് അവിടെ അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. അൺഫെയർ, അൺജസ്റ്റ് ഓർ ഇൻഡിക്കേറ്റബിൾ. വേണമെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. കണ്ടോ, അതിൽ എന്താ പറഞ്ഞത്? വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, വാലിഡ് ഓർ നോട്ട്, beliefs or even feels unfair, unjust or inequitable. ഈ 3 കാര്യങ്ങളാണ്. അൺഫെയർ ആയിട്ടോ, അൺജസ്റ്റ് ആയിട്ടോ, ഇൻഇക്വിറ്റബിൾ ആയിട്ടോ തോന്നുന്ന ഏതൊരു ഫീലിംഗിനെയും നമുക്ക് ഗ്രീവൻസ് ആയിട്ട് കണക്കാക്കാം എന്നാണ് പ്രൊഫസർ ജൂഷ്യസ് അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. എന്താണ്? അതായത് ഡെഫിനേഷൻസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇപ്പൊ ജൂഷ്യസിന് പല വേറെ ആരെങ്കിലും ഡെഫിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഡെഫിനേഷൻസ് പഠിക്കുമ്പോൾ ഓരോരുത്തരുടെ പേര് അത് എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഗ്രീവൻസ് ദാറ്റ് arises from the faulty implementation of organizational policies where an employee's expectations are not met is a option A factual grievance, option B imaginary grievance, option C disguised grievance and option D positive grievance. നിങ്ങൾ പറയൂ ആൻസർ എന്താണ്? ഓക്കെ, ഇത് പറഞ്ഞു ഫാക്ച്വൽ ആണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ഓക്കെ, റംസിയ പറഞ്ഞു ഫാക്ച്വൽ അല്ല കേട്ടോ, ഫാക്ച്വൽ ആണ്. ടാറിന്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഫാക്ച്വൽ. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ അഭിപ്രായം? അഭിപ്രായമല്ല, ആൻസർ ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും? ഇത് തന്നെയാണ് എല്ലാവരുടെ ആൻസർ. കറക്റ്റ് ആണ് കേട്ടോ. ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ ആണ്. ചോദ്യം എന്താണ്? നമ്മൾ ഫോംസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോംസ് ഓഫ് ഗ്രീവൻസ് നമ്മൾ 3 ഫോംസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന് ഫാക്ച്വൽ, അതുപോലെ ഇമാജിനറി, ഡിസ്ഗൈസ്ഡ്. ഓർമ്മയുണ്ടല്ലോ? ഫാക്ച്വൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ളൊരു കൃത്യമായിട്ടുള്ള എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗ്രീവൻസ് ആണ്. അതായത് ഒരു എംപ്ലോയിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു പ്രോപ്പർ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന് പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ എംപ്ലോയീസിന് അനുഭവപ്പെടുന്ന ആ ഒരു ഫോം ഓഫ് ഗ്രീവൻസ് ആണ് ഫാക്ച്വൽ ഗ്രീവൻസ്. കണ്ടോ, അവിടെ പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷൻ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. ആ കോൺട്രാക്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷൻ ആണ് അവിടെ അല്ലെ. അതിൽ വരുന്ന നമ്മളൊരു അഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ ഇന്ന കാര്യങ്ങൾ എംപ്ലോയിക്ക് കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനങ്ങളാണ് അഗ്രിമെന്റിൽ കൊടുക്കുന്നത്. പക്ഷെ അത്തരം വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുന്ന സമയത്ത് ഒരു എംപ്ലോയിക്ക് അനുഭവപ്പെടുന്ന ആ ഒരു എന്താണ് ഗ്രീവൻസിനെയാണ് നമ്മൾ ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് പറയുന്നത് അല്ലെ. നോക്കി, ഇറ്റ് ഈസ് ദ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വിച്ച് സ്പെസിഫൈ ദ നോംസ് ദാറ്റ് ഡിഫൈൻ ദ ലിമിറ്റ്സ് ഓഫ് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ from the organization to meet its requirements and expectations. When these expectations are not met by the organization, employee gets disappointed in this job. This type of disappointment that is called factual grievance. നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ചിലപ്പോ അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് നിങ്ങൾ ചിലപ്പോ എക്സാമ്പിൾ തരും. എന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ആവും. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയീസ് were told they will receive a salary increase after a year but it was not granted. കണ്ടോ, അതായത് അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീസിന് 1 വർഷം കഴിഞ്ഞാല് സാലറി കൂടുതൽ കൊടുക്കാം, ഇൻക്രിമെന്റ് ചെയ്യാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതൊരു എഗ്രിമെന്റ് പോലെയാണ് അല്ലെ.
പക്ഷെ എന്താണ് അതിനുശേഷം അവർക്ക് ആ ഒരു ശമ്പള വർധനം ഉണ്ടായിട്ടില്ല. അപ്പൊ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം, അതൊരു എഗ്രിമെന്റ് ആയിരുന്നു ശമ്പളം കൂട്ടി കൊടുക്കാം എന്നുള്ളത്. പക്ഷെ അവർക്ക് അവരുടെ ആ ഒരു വാഗ്ദാനം അവിടെ നിറവേറ്റപ്പെട്ടിട്ടില്ല. അങ്ങനെ അനുഭവപ്പെടുന്ന ഗ്രീവൻസ് എന്താണ്? ഫാക്ച്വൽ ഗ്രീവൻസ് ആണ്. അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇമാജിനറി ഗ്രീവൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഗ്രീവൻസ് ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ആണ് ഇമാജിനറി ഗ്രീവൻസ്. അത് ഒരു വ്യക്തിക്ക് സ്വയം ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. അതായത് അയാളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാരണമുണ്ടോ, അല്ലെങ്കിൽ അയാളുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണമുണ്ടോ, അല്ലെങ്കിൽ ശരിയായ ഇൻഫർമേഷൻസ് അയാൾക്ക് ലഭിക്കാത്തത് കൊണ്ടോ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ആണ് ഇമാജിനറി ഗ്രീവൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഡിസ്ഗൈസ്ഡ് ആണ്. ഡിസ്ഗൈസ്ഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവിടെ ഗ്രീവൻസിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെ. എംപ്ലോയി ഈസ് നോട്ട് അവെയർ അബൌട്ട് ദ റീസൺസ് ഫോർ ദിസ് ഡിസാറ്റിസ്ഫാക്ഷൻ. അദ്ദേഹത്തിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് ആ ഡിസാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിന്റെ റീസൺ അവ്യക്തമാണ്. ആ റീസൺ എന്താണെന്ന് അവർക്കറിയില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രീവൻസിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ 3 ഫോംസ് ഉണ്ട്. അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചോദ്യത്തിലൂടെ വായിക്കാം. എ ഗ്രീവൻസ് ദാറ്റ് അറൈസസ് ഫ്രം the faulty implementation of organizational policies where an employee's expectations are not met. Employee expectations നിറവേറ്റപ്പെടാതിരിക്കുന്ന രീതിയിൽ നിറവേറ്റപ്പെടുന്നില്ല അല്ലെ, കാര്യം ആ രീതിയിൽ ഓർഗനൈസേഷൻ പോളിസിയിൽ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ എഗ്രിമെന്റ് പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ശരിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് മൂലം എംപ്ലോയിയുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടാതിരിക്കുമ്പോൾ വരുന്ന ഗ്രീവൻസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഉത്തരം ഏതാണ്? ഫാക്ച്വൽ ഗ്രീവൻസ് ആണ്. അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. When an employee is dissatisfied due to a wrong perception, negative attitude or incorrect information, is an option A factual grievance, B imaginary grievance, C disguised and D valid grievance. നിങ്ങൾ പറയൂ ആൻസർ ഏതാണ്? ഓക്കെ, എന്താ കറക്റ്റ് ആണ് കേട്ടോ. ഫ്രണ്ട്സി ഇമാജിനറി. ഓക്കെ, അതിന്റെ ഫ്രണ്ട്സി മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? ഓക്കെ, ചിലപ്പോ എല്ലാവരുടെയും മനസ്സിൽ ഉത്തരം വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. ഓക്കെ, എന്താണ് ആൻസർ? ഇമാജിനറി കേട്ടോ, കറക്റ്റ് ആണ്. എന്താണ്? when an employee is dissatisfied due to wrong perception അല്ലെ, ഒരു വ്യക്തിക്ക് സ്വന്തം ഒരു തെറ്റായ പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്താണ് പറയാൻ ടൈപ്പ് ചെയ്യാൻ പാടാണ്. ആർക്കും കുഴപ്പമില്ല, ടൈപ്പ് ചെയ്യാൻ പാടാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ മതി കേട്ടോ. നിങ്ങളുടെ മനസ്സിലുള്ള ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല, ടൈപ്പ് ചെയ്ത് വിടുമ്പോ നമുക്ക് കുറച്ചും കൂടെ ക്ലാസ് ലൈവ് ആക്കാം, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. നേരത്തെ ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് എക്സാം ക്ലിയർ ചെയ്യണം അല്ലെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആൻസർ ഉണ്ടാവണം കേട്ടോ. എന്തെങ്കിലും ആൻസർ തെറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ നോക്കാം, ഇമാജിനറി ഗ്രീവൻസ് കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കാം. എ ഗ്രീവൻസ് where an employee is not aware of the true reasons for their dissatisfaction. എന്താണ്? A grievance where an employee is not aware of the true reasons for their dissatisfaction. What type of grievance ആണ്? ഞാൻ ഓപ്ഷൻസ് തരുന്നില്ല, നിങ്ങൾ പറയൂ ഏത് ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ആണത്? ഏത് ടൈപ്പ് ആണ്? ഓക്കെ, വെരി കറക്റ്റ് ആണ്. ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് അല്ലെ. ഓക്കെ, എന്താണ് ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ്? നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. അതായത് ആ ഗ്രീവൻസിന്റെ കാരണം എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല അല്ലെ. അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രീവൻസ് നമുക്ക് എന്ത് പറയാം? ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ അപ്പൊ ഫോംസ് ഒക്കെ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഗ്രീവൻസ് എന്നാണ് ചോദിക്കാം, അങ്ങനെയും നമ്മൾ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് സോഴ്സസ് ഓഫ് ഗ്രീവൻസസ് ആണ് അല്ലെ. ഗ്രീവൻസസിന്റെ സോഴ്സസ്, എങ്ങനെയൊക്കെയാണ് ഇത്തരം ഗ്രീവൻസുകൾ ഉണ്ടാവുന്നത്, ഏതൊക്കെ രീതിയിലൊരു ഓർഗനൈസേഷൻ ആളുകൾക്കിടയിൽ ഗ്രീവൻസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട സോഴ്സുകൾ മൂന്ന് ഹെഡിങ്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ്,
അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് വർക്കിംഗ് കണ്ടീഷൻസ്. ഇതിന്റെ അകത്ത് തന്നെ നമ്മൾ ഒരുപാട് സബായിട്ട് ഒത്തിരി പോയിന്റുകൾ നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ. ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസിനകത്ത് വരുന്ന കാര്യങ്ങളാണ് മാനേജ്മെന്റ് സ്റ്റൈല് അല്ലെ. അതിനകത്ത് ഓട്ടോക്രാറ്റിക് സ്റ്റൈലിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അതായത് മാനേജ്മെന്റിന്റെ ഒരു മുതലാളിത്ത രീതിയിലുള്ള ഒരു ഭരണം അല്ലെ, ഒരു ഓട്ടോക്രാറ്റിക്, ഒരു സ്വയം ഭരണാധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാനേജ്മെന്റ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, ആരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആലോചിക്കുന്നില്ല. അതെന്താണ്? ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെ. അതിനൊരു എക്സാമ്പിൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതായത് അത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയുള്ള സ്ഥാപനങ്ങളിലായിരിക്കും? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളില് ഈ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. കാര്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും, അവരുടേതായ പെർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഒരിക്കലും അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒത്തുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് രീതിയിലുള്ള മാനേജ്മെന്റ് ആണെങ്കിൽ അല്ലെ. മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കും, മറ്റാരായിട്ട് അവിടെ ആലോചിക്കുന്നില്ല. അതാണ് എന്ത് മാനേജ്മെന്റ് പ്രാക്ടീസസിൽ വരുന്ന, മാനേജ്മെന്റ് സ്റ്റൈലിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിനെ പറ്റി പറയും. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ വർക്കേഴ്സിനും മാനേജേഴ്സിനും ഇടയിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഗ്യാപ്പ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുമൂലം എന്താണ്, അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്. പേഴ്സണൽ സ്റ്റാഫുകൾ അവരുടേതായ രീതിയിൽ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗ്രീവൻസിന് ഇടവരുത്താറുണ്ട് അല്ലെ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അവരേക്ക് ഭാവിയിൽ എടുക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ശരിയായ രീതിയിൽ മാനേജ്മെന്റ് അവരുടെ എംപ്ലോയീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും അവിടെ ഗ്രീവൻസിന് ഇടവരുത്തുന്നുണ്ട് അല്ലെ. അതുപോലെ സൂപ്പർവൈസറി പ്രാക്ടീസസ്, അത് ഇതുപോലെ തന്നെയാണ് ശരിക്കും ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ തന്നെയാണ് അല്ലെ. ഒരു സൂപ്പർവൈസറി സ്റ്റൈലില്, അതായത് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെതായ ഒരു സൂപ്പർവൈസറി അല്ലെ, ആ ഒരു റോള് അല്ലെങ്കിൽ വളരെ സൂപ്പർവൈസറി സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണെങ്കിലും അവിടെ പ്രശ്നമാണ് അല്ലെ. കാര്യം എന്താണ്? അപ്പോഴും അവിടെ ആളുകൾക്ക് അതിർത്തികൾ ഉണ്ടാകാം, നമ്മൾ പറഞ്ഞു. പിന്നെ ഗ്രീവൻസസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ. അതൊരു വ്യക്തിപരമായിട്ടുണ്ടാവുന്ന റിസൾട്ട്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? സമ്പായിട്ട് നമ്മൾ പഠിച്ചു. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയി, ഹെൽത്ത് പ്രോബ്ലംസ്, ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻ. അതൊരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യം. അതുകൊണ്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അതായത് ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ്, അവരുടെ എന്താ പറയാ എക്സ്പെക്ടേഷൻസ് ഒട്ടും ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളത്, ഒരിക്കലും പ്രാക്ടിക്കബിൾ അല്ലാത്ത ചില എക്സ്പെക്ടേഷൻസ് വെച്ച് പുലർത്തുന്നത് ഗ്രീവൻസിന് കാരണമാവാറുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് വർക്കിംഗ് കണ്ടീഷൻസ് ആയിട്ട് ഒത്തിരി പോയിന്റ് പറഞ്ഞല്ലേ. റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്, മിസ്മാച്ച് ഓഫ് ദി സ്കില്ല്, lack of adequate tool, changing working hours of technique, poor rapport with supervisor, bad condition of workplace, hydraulic water damage workstation, and poor disciplinary system. ഇത്രയും പോയിന്റുകൾ വരുന്നത് വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. ചോദ്യം നോക്കാം. An autocratic style of management in an organization with a highly qualified people can be a source of grievance related to. എന്തുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീവൻസ് ആണ്? ഫോംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണോ, അതോ ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് ആണോ, വർക്കിംഗ് കണ്ടീഷൻ ആണോ? ഇത് ഇങ്ങനെയാണ്, ഇതിനുള്ള ക്വസ്റ്റ്യൻ ആണ്. An autocratic style of management in an organization with a highly qualified people can be a source of grievance related to. Option A, working condition, അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ? Option B, personal management. Option C, management practices. And option D, employee health. നിങ്ങൾ പറയൂ, ഏതാണ് ആൻസർ വരിക? ഓക്കെ റംസി, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്, മാനേജ്മെന്റ് പ്രാക്ടീസസ് അല്ലെ. 3 പോയിന്റിൽ പഠിച്ചാൽ മാനേജ്മെന്റ് പ്രാക്ടീസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈല്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, സോഷ്യൽ ഡിസ്റ്റൻസ് അല്ലെ. ഇതൊക്കെ അതിനകത്താണ് വരുന്നത്. ഹെഡിങ്സുകളൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. lack of communication between employees and the management regarding proposed actions like layoffs or mergers that can cause the grievances due to A,
Option A, communication gap. Option B, faulty supervisory practice. Option C, negative attitude of the employee. Option D, rigid production standard. ഇതാണ് ആൻസർ വരിക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അതായത് എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ പേരില്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ, പ്രത്യേകിച്ച് ആ ഒരു ഓർഗനൈസേഷന്റെ ഒക്കെ ചിക്കുമ്പോൾ കറക്റ്റ് ആണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. കണ്ടോ? അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ആ പോയിന്റ് മാത്രമല്ല, പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഇപ്പൊ അല്ലേ? അടുത്തത് കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Impractical expectations and over ambition in an employee can be a source of grievance resulting from option A, management practices. Option B, personal management. Option C, working conditions. Option D, company policies. ഇതാണ് ആൻസർ വരിക. ഏതായിരിക്കും? മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണോ? അല്ല. ഓക്കെ, റസ്മീന് പറഞ്ഞത് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? Impractical expectations and over ambition in an employee can be a source of grievance resulting from. നിങ്ങളുടെ ആൻസർ തെറ്റി പോയിട്ടുണ്ട്. ഉത്തരം പേഴ്സണൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇതെല്ലാം മാനേജ്മെന്റ് പ്രാക്ടീസസ് അല്ല, പേഴ്സണൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, അനിത മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ് പറഞ്ഞത്, അത് തെറ്റാണ്. റസ്മീന പറഞ്ഞത് മാനേജ്മെന്റിന് മാത്രമാണ്. എനിക്ക് തോന്നുന്നു പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. നോക്കാം നമുക്ക്. കണ്ടോ? കൺഫ്യൂഷൻ വന്നു അല്ലെ? ഓക്കെ, ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? ഗ്രീവൻസസ് റിസൾട്ടിംഗ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ? കണ്ടോ? ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻ, ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല, ഒരു പേഴ്സൺ അയാളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അയാൾക്ക് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത കുറെ എക്സ്പെക്ടേഷൻസ് അയാൾ കൊണ്ട് നടക്കുന്നു. അപ്പൊ അയാള് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച കാര്യം നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഒരു അതൃപ്തി ഉണ്ടാവില്ലേ? ആ ഒരവസ്ഥയാണ് അല്ലെ? അപ്പൊ അത് പേഴ്സണൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ആൻസർ ഏതാണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇതെല്ലാം മാനേജ്മെന്റ് പ്രാക്ടീസസ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ വരാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. ബാഡ് കണ്ടീഷൻസ് ഓഫ് ദ വർക്ക് പ്ലേസ്. ബാഡ് കണ്ടീഷൻസ് ഓഫ് ദ വർക്ക് പ്ലേസ്, അത് കേൾക്കുമ്പോൾ തന്നെ ഏത് പോയിന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണം. Bad conditions of the workplace, like a lack of drinking water or damaged workstations, are the sources of grievances related to option A, management style. Option B, personal maladjustment. Option C, working conditions. And option D, communication gap. ഇതാണ് വരിക വർക്കിംഗ് കണ്ടീഷൻ. കാര്യം നോക്കിയേ, വർക്കിംഗ് കണ്ടീഷനിൽ പറയുന്ന ഒരു പോയിന്റ് അങ്ങനെ തന്നെ എടുത്തു ചോദിച്ചതാണത്. ബാഡ് കണ്ടീഷൻ ഇനി നമുക്ക് കേട്ടാൽ അറിയാലോ. ഡ്രിങ്കിങ് വാട്ടർ, ഡാമേജ്ഡ് എന്താ പറയുക വർക്ക് സ്റ്റേഷൻ, ഇനാഡിക്വേറ്റ് സാനിറ്റേഷൻ ഫെസിലിറ്റി എന്നൊക്കെ പറയുന്നത് വർക്കിംഗ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ മൂന്ന് പോയിന്റുകളുടെ കീഴിലായിട്ട് കുറെ സബ് പോയിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. മാനേജ്മെന്റ് സ്റ്റൈല്, മാനേജ്മെന്റ് പ്രാക്ടീസസിന്റെ മാനേജ്മെന്റ് സ്റ്റൈല്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, സോഷ്യൽ ഡിസ്റ്റൻസ്, അതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 3 പോയിന്റ് ആണ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഹെൽത്ത് പ്രോബ്ലം, ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻ, പിന്നെ വർക്കിംഗ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമ്മള് ആ ചാപ്റ്ററിനകത്ത് പഠിച്ചത് ഇഫക്ട്സ് ആണ് അല്ലെ? ഇഫക്ട്സ് ഓഫ് ഗ്രീവൻസസ്. അപ്പൊ ഗ്രീവൻസസിന്റെ റിസൾട്ട് എന്താണ്? ഗ്രീവൻസസ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെയാണ് ബാധിക്കുന്നത്. 3 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രീവൻസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്? ഒന്ന് പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്, എംപ്ലോയീസിനെ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാനേജേഴ്സിനെ ബാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ ബാധിക്കുന്നു? ഡിക്ലൈൻ ഇൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ, ഡിക്രീസ് ഇൻ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് ഇൻ ദ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, spoilage or leakage of machinery, then increasing production cost. കണ്ടോ? അപ്പോൾ എംപ്ലോയിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇൻക്രീസ് absenteeism and turnover rate, lower the commitment level, honesty and discipline, increase the chances of accident and low employee morale. അതുപോലെ മാനേജേഴ്സ്.
ഈ പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് ഈസ് എൻ ഇഫക്റ്റ് ഓഫ് അൺറിസോൾവ്ഡ് ഗ്രീവൻസസ് ഓൺ പ്രൊഡക്ഷൻ? ഇതാണ് ചോദ്യം. 3 കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്. പ്രൊഡക്ഷനില് ഗ്രീവൻസസുകൾ എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് എൻ ഇഫക്റ്റ് ഓഫ് അൺറിസോൾവ്ഡ് ഗ്രീവൻസസ് ഓൺ പ്രൊഡക്ഷൻ? അതായത് പരിഹരിക്കപ്പെടാത്ത ഗ്രീവൻസസുകൾ പ്രൊഡക്ഷനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നത്? ഓപ്ഷൻ എ, an increase in the quality of production, അങ്ങനെയാണോ? അതോ ബി, a decrease in the wastage of material? ഓപ്ഷൻ സി, a decline in the quality and the quantity of productivity? ഓപ്ഷൻ ഡി, a decrease in the production cost? ഇതാണ് ആൻസർ വരിക. ഓക്കെ, ബാഹ്യ പറയുന്നു സി ആണ്. എന്നിട്ട് സി പറഞ്ഞു. ദെൻ ഏതാർക്കെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ബാക്കിയെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ആൻസർ പറഞ്ഞ ഒരെണ്ണേ ഉള്ളൂ. ഡിക്ലൈൻ ഇൻ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ടിവിറ്റി. അല്ലെ, പ്രൊഡക്ടിവിറ്റിയുടെ ആ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കുത്തനെ എന്ന് പറയാൻ തുടങ്ങും അല്ലെ. അടുത്തത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോ നിങ്ങളോട് ചോദിക്കാം വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ഗ്രീവൻസ് ഓൺ എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയിനെ ബാധിക്കുന്ന ഗ്രീവൻസിന്റെ ഇഫക്റ്റ് എന്താണ്? ചിലപ്പോ മാനേജർമാരിൽ എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്? ഈ രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വേറെ ഒരു ബുദ്ധിമുട്ട് അതിനകത്തില്ല. നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും നല്ല ശാന്തമായി മനസ്സോടു കൂടി വായിക്കണം കേട്ടോ. അത് വെപ്രാളപ്പെട്ട് വായിക്കരുത്. വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആണ് കേട്ടോ. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ, അതായത് ഒരു ഗ്രീവൻസിന് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ എന്താണ്? ആദ്യം തന്നെ നമ്മൾ എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ, അതിന്റെ ഡെഫിനേഷനോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ ആണ്. എന്തായിരുന്നു? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ or grievance redressal procedure is the formal system for dealing with the employee grievances. എംപ്ലോയിയുടെ ഗ്രീവൻസസ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അഥവാ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്മള് അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്തത് സ്റ്റെപ്സ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിന്റെ സ്റ്റെപ്പ് നമ്മൾ മറ്റേ ട്രെയിനിങ്ങില് ഇതുപോലെ ഡെവലപ്മെന്റിന്റെ ഒരു ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 5 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിൽ വരുന്ന സ്റ്റെപ്പുകൾ എത്ര സ്റ്റെപ്പ് അതിനകത്ത് വരുന്നുണ്ട്? 6 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. 6 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത്. അതെന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. ഗ്രീവൻസ് എന്താണെന്നുള്ളത് തിരിച്ചറിയാന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെ. തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം അല്ലെ. ഡിഫൈൻ കറക്റ്റ്ലി, കൃത്യമായിട്ട് എന്താണ് ഗ്രീവൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ആദ്യം ഗ്രീവൻസസുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. അവിടെ വ്യക്തമാക്കി ഇന്ന ഗ്രീവൻസ് ആണ്, ഇന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീവൻസ് ആണ്, ഇന്ന കാരണം കൊണ്ടാണ് ഗ്രീവൻസ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമായിരിക്കണം. അതാണ് ഡിഫൈൻ കറക്റ്റ്ലി. ഇത് രണ്ടും ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അതുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റ കളക്ട് ചെയ്യാം അല്ലെ. എന്തായിരിക്കും? ഡാറ്റ കളക്ഷൻ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യണം. നമുക്ക് ഒരുപാട് ഡാറ്റകൾ നമ്മുടെ കയ്യിൽ കിട്ടും. ഈ ഡാറ്റകൾ കയ്യിൽ കിട്ടിയ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിന് നമ്മൾ അനലൈസ് ചെയ്യണം. ഇതിൽ വെച്ചിട്ടുള്ള ഡാറ്റകളെ അനലൈസ് ആൻഡ് സോൾവ് അല്ലെ. നമ്മൾ ആ ഡാറ്റകളെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ. ഓക്കെ, നമുക്ക് ഡാറ്റ കിട്ടുന്നത് ആകെ ഒരു ബൾക്ക് ഓഫ് ഡാറ്റ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് അതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്തായിരിക്കും? പ്രോംപ്റ്റ് റിഡ്രസൽ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ അതിനൊരു റിഡ്രസൽ, ദാറ്റ് മീൻസ് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും. സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം. ഇംപ്ലിമെന്റേഷൻ അല്ലെ. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രം അവിടെ കംപ്ലീറ്റ് ആവോ? ഇല്ല, ഫോളോ അപ്പ് നടത്തണം അല്ലെ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ശരിയായ റിസൾട്ട് കിട്ടുന്നുണ്ടോ, ശരിയായത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പിലൂടെ നിൽക്കും. അതൊരു നമ്മൾ തന്നെ ആലോചിച്ച് നമുക്ക് സ്റ്റെപ്പുകൾ കാണാതെ കിട്ടും അല്ലെ. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്, ഡിഫൈൻ കറക്റ്റ്ലി, അത് രണ്ടും ചെയ്ത് ഡാറ്റ കളക്ഷൻ,
ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, അതിനുശേഷം ഒരു പ്രോംപ്റ്റ് റിഡ്രസൽ ചെയ്യുന്നു. പ്രോംപ്റ്റ് റിഡ്രസൽ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നടപ്പിലാക്കാം. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഇതാണ് 6 സ്റ്റെപ്പുകൾ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിനകത്ത് വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. The formal system for dealing with the employee grievances in a step-by-step manner is the option A, disciplinary procedure, option B, safety inspection, C, grievance redressal procedure, D, performance appraisal. പറഞ്ഞോളൂ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി. ഓക്കെ, ഏതാണ്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്, ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. Next question, what is the first step? What is the first step in grievance handling procedure? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓപ്ഷൻ തരണോ? അല്ലാണ്ട് അറിയോ നിങ്ങൾക്ക്? ഡാറ്റ കളക്ഷൻ ഓപ്ഷൻ എ, ബി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്, സി പ്രോംപ്റ്റ് റിഡ്രസൽ, ഡി ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ബി ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. ഓക്കെ, ക്ലിയർ? കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്, ആഫ്റ്റർ എ ഗ്രീവൻസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ആൻഡ് ഡിഫൈൻഡ്. ശ്രദ്ധിക്കാട്ടോ. ആഫ്റ്റർ എ ഗ്രീവൻസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ആൻഡ് ഡിഫൈൻഡ്, what is the next step? What is the next step? Option A, data collection, B, analyze and solve, C, prompt redressal, D, implementation. ഏതാണ് ഓപ്ഷൻ? ഡാറ്റ കളക്ഷൻ. രണ്ട് കാര്യങ്ങളാണ്, ഐഡന്റിഫൈഡും ഡിഫൈൻഡും. രണ്ട് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ്, ഡാറ്റ കളക്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ വിച്ച് ചെക്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ സൊല്യൂഷൻ. അതായത് ആ സൊല്യൂഷൻ, നമ്മൾ കണ്ടെത്തിയ പരിഹാരത്തിന്റെ ഇഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുന്ന ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്താണ്? ഓപ്ഷൻ എ, ഡാറ്റ കളക്ഷൻ, ബി, അനലൈസ് ആൻഡ് സോൾവ്, സി, പ്രോംപ്റ്റ് റിഡ്രസൽ, ഡി, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഫൈനൽ സ്റ്റെപ്പ് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും. ഓപ്ഷൻ ഡി ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ആ സ്റ്റെപ്പുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്റ്റെപ്പുകളൊന്നും മിസ് ചെയ്യരുത്, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഗ്രീവൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു ആക്ട് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ്. വർഷം 1947 ആണ്. ആ വർഷമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഗ്രീവൻസ് മെഷീനറി എന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രീവൻസ് മെഷീനറി ഇസ് ദ പ്രൊസീജിയർ ഓഫ് കൺവേയിങ് the grievances to the higher authorities or concerned people from the time of their occurrence till the time of their settlement. Okay, അതില് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 9C. ഇത് സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അതിനകത്ത് കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? എവരി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയിങ് 20 or more workmen shall have 1 or more. അതായത് ഒരു 20-20ൽ കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും എന്തുണ്ടായിരിക്കണം? ഒന്നോ അതിൽ കൂടുതലോ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം, അല്ലെ? പിന്നെ രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് എൻ ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം എംപ്ലോയർ ആൻഡ് വർക്ക്മെൻ. എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും ഈക്വൽ നമ്പർ ഓഫ് ആളുകളാണ് ഈ ഒരു കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെയർപേഴ്സൺ ഒക്കെ ഉണ്ടാവും അല്ലെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ എന്താണ്? The chairperson of the grievance redressal committee shall be selected from the employer and from among the workmen alternatively on rotation basis. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോകണം കേട്ടോ. അതായത് ആ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അത് എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും അതുപോലെ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഓരോ വർഷം വരുമ്പോഴും ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ വർഷം എംപ്ലോയറിന്റെ ഭാഗത്തു നിന്ന് ഒരാള് ചെയർമാനായ, അടുത്ത വർഷം എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഒരാള്, പിന്നത്തെ വർഷം എംപ്ലോയർ, പിന്നെ എംപ്ലോയി എന്ന ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതും എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുക്കുന്നത്. പിന്നെ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് total number of members of a grievance redressal committee shall not exceed more than 6.
നമ്പർ നോട്ട് ചെയ്യണം കേട്ടോ. ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്കകത്ത് ഒരിക്കലും അംഗസംഖ്യ എത്രയിൽ കൂടാൻ പാടില്ല, 6 എണ്ണത്തിൽ കൂടാനായിട്ട് പാടില്ല. മാക്സിമം 6 എണ്ണമാണ് എന്ത് അതില് ഈ പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് മെമ്പർ കേട്ടോ. ഓക്കെ, അപ്പൊ അത് ആനുപാതികമായിട്ടാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വിച്ച് ആക്ട് that is regarding which act is associated with the grievance. ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഏതാണ്? ഏതൊക്കെ ആക്ടുകൾ? ഏത് ആക്ടാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. കാര്യം മറ്റു പല ആക്ട് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഫാക്ടറി ആക്ട് പഠിക്കുന്നുണ്ട്, മിനിമം വേജസ് ആക്ട്, ഇങ്ങനത്തെ ആക്ടുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഏതാണ്? അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ്. 1947 ആക്ടിന്റെ ഏറ്റവും വലിയ പർപ്പസ് തന്നെ പറഞ്ഞ വ്യാവസായിക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്ന ഒരു ആക്ട് ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 every industrial establishment with 20 or more workmen must have a option A safety committee, option B disciplinary committee, option C grievance redressal committee, option D health and wellness committee. ഏതാണ് ആൻസർ വരിക? പറയൂ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ആ ആക്ട് പ്രകാരം എന്ത് കമ്മിറ്റിയാണെന്ന് പറയണേ? ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയാണ്. മറ്റുള്ള കമ്മിറ്റിയാണോ? അല്ല. അടുത്തത്, the grievance redressal committee must consist of an equal number of members from the option A government and the employer, option B employer and the workmen, option C union and the government, option D workmen and their families. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് കേട്ടോ. എംപ്ലോയർ ആൻഡ് വർക്ക്മെൻ അല്ലെ. എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും തൊഴിലുടമകളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ നമ്പർ ഓഫ് ആളുകളെ ഈ കമ്മിറ്റിയിൽ പറയും. അടുത്ത ചോദ്യം. അപ്പൊ ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മള് ഇതിനുള്ള മോഡൽസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതിയും അതിന്റെ ഒരു മോഡലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ വായിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഗ്രീവൻസ് റെസല്യൂഷൻ മെത്തേഡ്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഗ്രീവൻസ് റെസല്യൂഷൻ മെത്തേഡ്, പ്രധാനപ്പെട്ട ഗ്രീവൻസ് റെസല്യൂഷൻ മെത്തേഡുകൾ എത്ര എണ്ണം പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇതിനകത്ത് 5 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു? ഒന്ന് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ എങ്ങനെയാണ് എംപ്ലോയീസിന്റെ ഇഷ്യൂസുകൾ ഒരുമിച്ച് ചേർന്ന് അവരെന്ത് ചെയ്യുന്നു? പരിഹരിക്കുകയാണ്. എംപ്ലോയീസിന് എന്തുണ്ടാവും? ഒരു യൂണിയൻ ലീഡർ ഉണ്ടായിരിക്കും അല്ലെ, ഒരു എന്താ പറയുക റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. അദ്ദേഹത്തിനോട് എംപ്ലോയീസിന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയിക്കുകയും അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രശ്നപരിഹാരം കാണുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് മീഡിയേഷൻ. ആ പോയിന്റുകൾ ഓർക്കാട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ്, മീഡിയേഷൻ, കൺസീലിയേഷൻ, ആർബിട്രേഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ. ഇതാണ് ഗ്രീവൻസ് റെസല്യൂഷൻ മെത്തേഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. മീഡിയേഷന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഇസ് എ വോളണ്ടറി മെത്തേഡ്. അതാണ് നോട്ട് ചെയ്യുന്നത് കേട്ടോ. വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ദാറ്റ് ഇസ് കോൾഡ് മീഡിയേഷൻ അല്ലെ. സ്വമേധയാ എന്താണ് ഈ പറയുന്ന ഗ്രീവൻസുകൾ കയറുന്നത്. ഗ്രീവൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇരു പാർട്ടികളും തമ്മില് എന്ത് ചെയ്യുന്നില്ല, അവര് സ്വമേധയാ ഒരു എന്താണ് അതിനൊരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തുന്നത് അല്ലെ. ഓക്കെ, അതാണ് എന്ത് മീഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് കൺസീലിയേഷൻ. നമ്മൾ പറയില്ല അനുരഞ്ജനത്തിൽ എത്തുക എന്ന് പറയും. അവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മൾ അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അനുരഞ്ജനം നടത്തുന്നതാണ് കൺസീലിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കൺസീലിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ തേർഡ് പാർട്ടിക്ക് വലിയ റോളോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല കേട്ടോ. പിന്നെ നല്ല ആർബിട്രേഷൻ ആണ്. ആർബിട്രേഷന്റെ പ്രത്യേകത എന്താണ്? ആർബിട്രേഷൻ അഡ്ജൂഡിക്കേഷനും അതിപ്പോഴും നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു തേർഡ് പാർട്ടി, ഒരു അഡ്വൈസർ ആയിട്ടുള്ള തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സൊല്യൂഷൻ അവർക്ക് കണ്ടെത്തി കൊടുക്കും. രണ്ടു കൂട്ടർക്കും ഏകദേശം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കും. പക്ഷെ ആ സൊല്യൂഷൻ അവർ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിൽ അല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ബൈൻഡിങ് സൊല്യൂഷൻ ആണ് നമുക്ക് പറയാനും ഒക്കില്ല. ബൈൻഡിങ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധമായിട്ട് പാലിക്കേണ്ട സൊല്യൂഷൻ ആണ്. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയില്ല.
ഇയാളൊരു സൊല്യൂഷൻ നിർദ്ദേശിക്കുന്നുണ്ട് തേർഡ് പാർട്ടി, അത് വേണമെങ്കിൽ എംപ്ലോയർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അവിടെ ഒരിക്കലും സൊല്യൂഷൻ എന്തല്ല, ബൈൻഡിങ് അല്ല, നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് തന്നെ പറയുന്നത് എന്താണ്, ഇതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലേ അല്ല നടക്കുന്നത്. അതാണ് ആർബിട്രേഷൻ. ഇതിന് നേരെ വിപരീതമാണ് അഡ്ജുഡിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ ജുഡിക്കേഷൻ, ജുഡീഷ്യറി ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കോർട്ടായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും അല്ലെ. ഇവിടെ എന്താണ്, തേർഡ് പാർട്ടി തന്നെയാണ് ഇവിടെ ഉണ്ട്. പക്ഷെ ഈ തേർഡ് പാർട്ടിനെ ആരാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ, ഇത് ഗവൺമെന്റ് ആണ് കേട്ടോ. ഗവൺമെന്റ് നിയോഗിക്കുന്ന ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം എവിടെയുണ്ട്, അഡ്ജുഡിക്കേഷൻ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് സൊല്യൂഷൻ ആണ്. നിർബന്ധമായിട്ടും അത് പാലിക്കണം. നിർബന്ധമായിട്ട് പാലിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ്. ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. ചോദ്യം വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് യൂസിങ് എ ന്യൂട്രൽ തേർഡ് പാർട്ടി ബിഫോർ ആർബിട്രേഷൻ ഈസ് കോൾഡ്. ആർബിട്രേഷന് മുമ്പായിട്ട് നമ്മൾ ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയുടെ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള എന്നാൽ ഒരു വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ്, സ്വമേധയാ ഗ്രീവൻസുകൾ എന്താണ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്താണത്? ഓപ്ഷൻ എ കൺസിലിയേഷൻ, ബി അഡ്ജുഡിക്കേഷൻ, ആൻഡ് സി കളക്റ്റീവ് ബാർഗനിങ്, ഡി മീഡിയേഷൻ. ഏതാണ് ആൻസർ പറഞ്ഞോളൂ. ആൻസർ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ്? മീഡിയേഷൻ. ഓക്കെ, ഏതാണ്? മീഡിയേഷൻ ആണ് കേട്ടോ. അതിനകത്ത് തന്നെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് വോളണ്ടറി, അവിടെ ഒരു ന്യൂട്രൽ പാർട്ടി ഉണ്ട് കേട്ടോ. ന്യൂട്രൽ പാർട്ടിയുടെ ഹെൽപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷെ അയാൾ ന്യൂട്രൽ ആയിട്ട് ഇരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ പരിഹരിക്കുന്നു, പക്ഷെ പരിഹരിക്കുന്നത് സ്വമേധയാണ്. ഒന്നുകിൽ ഈ പറയുന്ന എംപ്ലോയർ മുൻകൈ എടുക്കും, ഈ എംപ്ലോയർ മുൻകൈ എടുക്കും, അവര് തന്നെ അവരുടെ പരിഹാരം കാണുന്നത് കേട്ടോ. അടുത്തത് the process where a third party studies a grievance and provides an impartial, though not always binding, solution. Option A conciliation, B adjudication, C arbitration, and D collective bargaining. പറഞ്ഞോളൂ, എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ബാഹ്യ പറഞ്ഞു ഓപ്ഷൻ സി ആണ്. ഇനി ചിക്കുമോൾ പറഞ്ഞത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? അയക്കണം ഒന്നുകൂടെ. The process where a third party studies a grievance and provides an impartial, though not always binding solution. That is called, എന്താണ് എന്നെ പറയുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ആർബിട്രേഷൻ ആണ്. എന്താണ്? ആർബിട്രേഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു തേർഡ് പാർട്ടി ആ ഗ്രീവൻസ് കൃത്യമായിട്ട് പഠിക്കുകയും അതിനെ അങ്ങനെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ദിസ് പ്രോസസ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ടേക്സ് പ്ലേസ് with the help of unbiased third party which studies the issue. അയാൾ ഇഷ്യൂ സ്റ്റഡി ചെയ്യും, എന്നിട്ടോ രണ്ടു കൂട്ടർക്കും ഒരു സൊല്യൂഷൻ കൊടുക്കും. ഒരു ഇംപാർഷ്യൽ സൊല്യൂഷൻ വെച്ചാൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് കൊടുക്കും. അങ്ങനെയല്ലേ പറഞ്ഞത്? സോ ഇറ്റ് ഈസ് നോട്ട് കൺഫ്യൂസ്ഡ് വിത്ത് ഫോർമ. അപ്പൊ ഏതാണ് ആൻസർ വരിക? ആർബിട്രേഷൻ ആണ് കേട്ടോ. കൺസീലിയേഷൻ അല്ല. കൺസീലിയേഷൻ വെച്ച് അനുരഞ്ജനത്തിൽ എത്തുക എന്നുള്ള ഉദ്ദേശമാണ്. ഓക്കെ, അവിടെ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ന്യൂട്രൽ പാർട്ടിയുടെ സഹായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമല്ല. അയാൾ എന്ത് പറയുന്നില്ല, സൊല്യൂഷനൊന്നും അയാൾ തരുന്നില്ല. അയാളുടെ സഹായം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സഹായം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സൊല്യൂഷൻ തരുന്നു എന്ന് അർത്ഥമില്ല. സൊല്യൂഷൻ തരുന്നൊന്നുമില്ല. അതിപ്പോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗ്രീവൻസ് ഉണ്ടാകുമ്പോ രണ്ടു കൂട്ടരും നമ്മൾ അടിപിടി ബഹളമൊക്കെ ഉണ്ടാകുമ്പോ പിടിച്ചു മാറ്റാൻ അങ്ങനെ ആണെങ്കിലൊക്കെ വേണമല്ലോ എന്നതുപോലെ അത്രയേ ഉള്ളൂ. ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി അയാൾ ഒരിക്കലും അയാളുടെ വായനൊരു അഭിപ്രായം ഒന്നും പറയുന്നില്ല കേട്ടോ. അതാണ് കൺസിലിയേഷൻ. പക്ഷെ ആർബിട്രേഷനിലായാലും അഡ്ജുഡിക്കേഷനിലായാലും തേർഡ് പാർട്ടി ഉണ്ട്, അയാൾക്ക് അവിടെ ഇമ്പോർട്ടൻസും ഉണ്ട്. അയാൾ ഒരു സൊല്യൂഷൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആർബിട്രേഷൻ എന്താണ്? സൊല്യൂഷൻ ഒരു ബൈൻഡിങ് സൊല്യൂഷൻ അല്ല, അതൊരു ഫോർമൽ കോർട്ട് സിസ്റ്റത്തിലല്ല നടക്കുന്നത്. പക്ഷെ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടിനെ നിയോഗിക്കുന്നത് ഗവൺമെന്റ് ആണ്. അയാൾക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അയാൾ കൊടുക്കുന്ന സൊല്യൂഷൻ നിർബന്ധമായിട്ട് പാലിക്കണം. അപ്പൊ തന്നെ കോർട്ട് സിസ്റ്റത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കാം. അപ്പൊ അടുത്തത് ഇപ്പൊ ചിക്കുമോൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിക്കുമോള് ആൻസർ കൺഫ്യൂസ്ഡ് ആയിരുന്നു അല്ലെ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. When a grievance is resolved by, ശ്രദ്ധിക്കാം, when a grievance
ഈസ് റിസോൾവ്ഡ് ബൈ എ തേർഡ് പാർട്ടി employed by the government. Employed by the government. Whose decision is binding? It is called. Option ഞാൻ തരണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതാണ്? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അഡ്ജുഡിക്കേഷൻ അല്ലെ? തേർഡ് പാർട്ടി എംപ്ലോയിഡ് ബൈ ദ ഗവൺമെന്റ്. തേർഡ് പാർട്ടി ഉണ്ട്, അയാളെ നിയോഗിക്കുന്നത് ഗവൺമെന്റ് ആണ്, അയാളെ നിർദ്ദേശിക്കുന്ന സൊല്യൂഷൻ ബൈൻഡിങ് ആണ്. ഇതാണ് ഉത്തരം, അഡ്ജുഡിക്കേഷൻ. നമ്മൾ 5 എണ്ണം പഠിക്കുമ്പോൾ 5 എണ്ണത്തിനും അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് വായിക്കുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ 5 വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഓക്കെ പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മള് പറഞ്ഞത് പിന്നെ നമ്മൾ പഠിച്ചത് എസെൻഷ്യൽസ് ആണ് കേട്ടോ. എസെൻഷ്യൽസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. അതായത് നമ്മള് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മളൊരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അങ്ങോട്ട് നടപ്പിലാക്കുന്നു, അതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ആക്സെപ്റ്റബിലിറ്റി അല്ലെ? ഇരു കൂട്ടർക്കും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അല്ലെ? പിന്നെ പ്രോംപ്റ്റ്നെസ് ആണ്, പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ നടപ്പിലാക്കണം. ഒരുപാട് സമയം എടുത്ത് ഒത്തിരി കാലങ്ങളോളം എടുത്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് അത്ര നല്ല ഏർപ്പാടല്ല അല്ലെ? പിന്നെ എന്താ? ലീഗൽ സാനിറ്റൈറ്റി അല്ലെ? അതുപോലെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ എപ്പോഴും ഒരു എന്തുണ്ടായിരിക്കണം? നിയമപരമായിട്ടുള്ള ഒരു സാധുത ഉണ്ടായിരിക്കണം അല്ലെ? ഒരു ലീഗൽ സപ്പോർട്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അല്ലെ? പിന്നെ ഒരു സിംപ്ലിസിറ്റി ആണ്, നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻസ് പരമാവധി സിമ്പിൾ ആയിരിക്കണം. ഒരുപാട് സ്റ്റെപ്സുകള് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആവരുത്. പരമാവധി സിംപ്ലിസിറ്റിയോടുകൂടി സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. സിമ്പിൾ മീൻസ് സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും പെട്ടെന്ന് എല്ലാവർക്കും പ്രാക്ടിക്കബിൾ ആക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നടപ്പിലാക്കാൻ അല്ലെ? പിന്നെ ട്രെയിനിങ് കൊടുക്കണം. നല്ലൊരു ഗ്രീവൻസ് റിഡ്രസൽ നടപ്പിലാക്കുമ്പോൾ അതിന് വേണ്ട ട്രെയിനിങ് പരിശീലനങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഫോളോ അപ്പ് അല്ലെ? നമ്മളൊരു റിഡ്രസൽ സൊല്യൂഷൻ, റിഡ്രസൽ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത് പോകണം അല്ലെ? കാര്യം സൊല്യൂഷൻ നിർദ്ദേശിച്ച് പോയതുകൊണ്ട് കാര്യമില്ല, അത് കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകണം അല്ലെ? ഓക്കെ, അത്രയും കാര്യങ്ങൾ ഉണ്ട് ഒരു ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ നടപ്പിലാക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽസ് ആണ് നമ്മൾ അവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണല്ലോ? ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. An essential of a good grievance redressal procedure is that it should be an essential of a good grievance redressal procedure is that it should be എന്ന് പറഞ്ഞാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കോംപ്ലക്സ് ആൻഡ് ലെങ്തി, അങ്ങനെയാണോ? അതോ ബി നോൺ ഓൺലി ടു മാനേജ്മെന്റ്, സി സിമ്പിൾ ആൻഡ് പ്രോംപ്റ്റ്, ഡി ലീഗലി നോൺ കംപ്ലൈന്റ്. ഏതാണ് ആൻസർ? നിങ്ങൾ പറഞ്ഞേ. ഒരു നല്ല ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള താഴെ പറയുന്ന പോയിന്റിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള അത് ഏതാണ്? ഓപ്ഷൻ എ കോംപ്ലക്സ് ആൻഡ് ലെങ്തി, ഓപ്ഷൻ ബി നോൺ ഓൺലി ടു മാനേജ്മെന്റ്, ആൻഡ് സി സിമ്പിൾ ആൻഡ് പ്രോംപ്റ്റ്, ഡി ലീഗലി. കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്, സി ആണ് കേട്ടോ. സിമ്പിൾ ആൻഡ് പ്രോംപ്റ്റ്, സിംപ്ലിസിറ്റി ആൻഡ് പ്രോംപ്റ്റ്നെസ്, അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കി. ഓക്കെ, ടെക്നിക്കുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മളവിടെ ഒരു മോഡൽ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പഠിച്ചത് എന്താണ്? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അവിടെ പോയിന്റ് ആയിട്ടല്ല കൊടുത്തേ, പോയിന്റ് ആയിട്ടാണ്, പക്ഷെ ഹെഡിങ്സ് ഒന്നുമില്ല. നീട്ടിപ്പരത്തി കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കാം. വായിച്ച മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി. അതോടുകൂടി നമ്മുടെ ഗ്രീവൻസ് അവിടെ തീരാണ് കേട്ടോ. ഗ്രീവൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടെ തീരാണ്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ ആ ടോപ്പിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? ഓക്കെ, അവരുടെ ഡെഫിനേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ ഗ്രീവൻസ് റിഡ്രസൽ മെത്തേഡുകൾ 5 മെത്തേഡ് ഉണ്ടല്ലോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കളക്റ്റീവ് ബാർഗൈനിങ്, കൺസീലിയേഷൻ, ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ, അതൊക്കെ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് മനസ്സിലാക്കി പോവുക. ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിന്റെ സ്റ്റെപ്പുകൾ 6 സ്റ്റെപ്പുകൾ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇങ്ങനെ പഠിച്ച ചാപ്റ്റേഴ്സുകളൊക്കെ നമുക്ക് ഓരോരോ ടോപ്പിക്കുകളായിട്ട് നോക്കാം. ഇനി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഡിസിപ്ലിൻ ഒന്ന് വായിക്കുക കേട്ടോ. ഡിസിപ്ലിൻ തിങ്കളാഴ്ചത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ അതിനകത്ത്, അതൊന്ന് വായിക്കുക കേട്ടോ. അതൊന്ന് വായിച്ചിട്ട് ഒന്ന് നമുക്ക്
ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഇപ്പൊ ഏതായാലും ഒരു സംശയം ചോദിക്കാണ്ട്, ഈ ഡിസിപ്ലിൻ എന്നുള്ളത് മാം ഇപ്പൊ പഠിപ്പിക്കുന്ന ആ ചാപ്റ്ററിൽ നിന്നാണോ? അതായത് അതൊന്ന് വായിച്ചു. ഓക്കെ അതന്നെയാണ് നമ്മൾ ആ ചാപ്റ്ററിന്റെ പേര് ശ്രദ്ധിച്ചിരുന്നില്ലേ? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. അങ്ങനെ 4 ടോപ്പിക്കുകളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, നാല് പോർഷൻസ് ആണ് ഇതിലായിട്ടാണ് വന്നത് കേട്ടോ. ഓക്കെ, കണ്ടോ? ആദ്യം ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, പിന്നെ നമ്മൾ ഡിസിപ്ലിൻ അതിൽ തന്നെ വരുന്നതാണ്, പിന്നെ എംപ്ലോയി സേഫ്റ്റി, എംപ്ലോയി ഹെൽത്ത്, അങ്ങനെ വരുന്നത് കേട്ടോ. എന്താണ് മെയിൻ എക്സാം എപ്പോഴായിരിക്കും എന്നൊരു എക്സാം? നമുക്ക് ഇപ്പോ ഈ ടേമിലെ ചാപ്റ്റേഴ്സ് തീർന്നാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ടേം എക്സാം വരും. ടേം 1 എക്സാം വന്നില്ല, അതുപോലെ ടേം 2 എക്സാം കഴിയും. അത് കഴിഞ്ഞിട്ട് അധികം വൈകാതെ മെയിൻ എക്സാം വരും കേട്ടോ. ഓക്കെ, മിക്കവാറും ഒരു ഫെബ്രുവരിയിൽ പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഫെബ്രുവരി ഒരു മിഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എക്സാം വരും, മെയിൻ എക്സാം ഒക്കെ വരും കേട്ടോ. ടേമും വരും, അതിനെ തുടർന്ന് മെയിൻ എക്സാമും വരും കേട്ടോ. ഓക്കെ, ഫെബ്രുവരി പ്രതീക്ഷിച്ചാണ്. ഓക്കെ മാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. തിങ്കളാഴ്ച വരുമ്പോ ഡിസിപ്ലിൻ ഒക്കെ ഒന്ന് വായിച്ചിട്ടിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. താങ്ക് യു മാം.